ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഇവിടെ നമുക്ക് വായി നോക്കാം ഗൈസ്. കമോൺ ഗൈസ്, നല്ല ചിക്സ് ഉണ്ട് ഗൈസ്. ഇടിയോട് കിട്ടിയെന്ന് വെച്ചപ്പോൾ അയാൾ ചാക്കുന്ന മടാലെടുത്ത് അപ്പോൾ ഓൾ സെറ്റ് ഫോർ. അപ്പോൾ ആഫ്റ്റർ 4 days നമ്മൾ എറണാകുളത്ത് നിന്ന് തിരികെയാണ്. ഏകദേശം 4 ദിവസം ഇപ്പോൾ എറണാകുളത്ത് സ്റ്റെക്ക് മീൻസ് ചില പേഴ്സണൽ കാര്യങ്ങളൊക്കെ കൊണ്ട് എറണാകുളം നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഇനി നേരെ അടിമാലി ലക്ഷ്യമാക്കി പോവാണ്. മേ ബി അടിമാലി ആയിരിക്കും സ്റ്റേ, കോതമംഗലമായിരിക്കും സ്റ്റേ. അപ്പോൾ നോക്കാം നമുക്ക്. അവിടെ ട്രിപ്പ് കയറിയിട്ട് ചില പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും ഹെൽമെറ്റ് എടുക്കാൻ മറന്നു. നമ്മൾ 2 ദിവസം നിന്ന വീട്. അപ്പോൾ അതാ സാറ് നമുക്ക് വഴി നീട്ടിയാണ്. ജോർജ് സാറല്ലേ സാറ് പേരെന്ന് പറഞ്ഞു? എൻ്റെ പേര് ജോർജ്. ഞാനിവരെ ഇടയ്ക്ക് വഴിയിൽ വെച്ച് കണ്ടാണ്. സൈക്ലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് അവരായിട്ട് സൗഹൃദം സ്ഥാപിച്ചു. സാറ് പുലിയാണ്, പുലി. രാവിലെ തന്നെ ആതിരപ്പള്ളിയൊക്കെ ഒന്ന് പോയി വന്നിക്കുക. അതെ, ഇവർക്ക് നല്ല യാത്ര നേരെയാണ്. ഞാൻ പുതിയ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അറിയാൻ പാടില്ല. നന്നായി സംഭവം. എന്തായാലും അടിപൊളി വഴിയാണ്. നല്ല ഫോറസ്റ്റ് ഏരിയ കൂടി അടിപൊളി വഴിയായിരുന്നു. ഇതിലും പൊളി. ഓക്കെ ഓക്കെ സാറേ, കാണാം. ഓക്കെ ഓക്കെ. അങ്ങനെ സാറ് പോയി. നമ്മളിപ്പോൾ സാറ് പറഞ്ഞ വഴി കൂടി പോവാം. പിന്നെ മോനെ സാറ് വെച്ചാൽ അടിപൊളി സാർ കേട്ടോ. നമുക്ക് കോഫിയൊക്കെ മേടിച്ച് തന്നു. പോലീസുകാരനുള്ള തോന്നിയില്ല, അതും ക്രൈം ബ്രാഞ്ച്. എന്തായാലും സാർ അടിപൊളിയാ കേട്ടോ, അടിപൊളിയാ. എന്താ പറയുക, വല്ലാത്ത മനുഷ്യ. അവിടെ ഒരു തൂക്കുവാലുണ്ട്, ആ വീഡിയോ കൊടുത്തിട്ട് അടിപൊളിയായിട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പവറായി വിട്ടിക്കണ്. അവിടെ പവറായി പോയിത്തരാം അല്ലേ. എന്തോ കുഴപ്പമില്ല. കുറച്ച് ആശാന്മാരെ കിട്ടിക്കണേ. ഇത് ഈ ആശാൻ കണ്ടില്ലേ, ഒരു വണ്ടി നമ്മളെ പണ്ട് ഈ റേഞ്ചർ. പേര് പറഞ്ഞോ, പേര് പറയടോ, പറയടോ. എൻ്റെ പേര് പറയടോ. ജിസ്റ്റോ. നിന്റെ പേര് ആൽബി. ഈ റെഡ് മനുഷ്യൻ. നിന്റെ പേരെന്തായിരുന്നു? ബേസിൽ. മലയാറ്റൂരൊക്കെ പോയിട്ട് പവറാക്കിൽ വരും കേട്ടോ. ഞങ്ങൾ തന്നെ പെയിന്റ് അടിച്ച് ഞങ്ങൾ തന്നെ. എന്നാലും പൊളി പൊളി. ഇറക്കാം. കാറ്റ് മഴയായിരുന്നു. കാത്തോളേ. പൊളി സാറേ, താങ്ക് യു വളരെയധികം. താങ്ക് യു. അടിപൊളി പൊളിയേ. ശരിയറിയാൻ കിട്ടിയപ്പോൾ മഞ്ഞൊരു കയറ്റം കിട്ടി. അപ്പല്ല കയറ്ററ സോണിയ പോന്നോട്ടെ. സോണിയ പോന്നോട്ടെ. മക്കളെ ഏതാ റൂട്ട് പൊളിയല്ലേ. ചെക്കന്മാരൊക്കെ പോവാണ്. നമുക്ക് വേണ്ടിട്ട് കുറെ ദൂരം കാണാം. അമ്പിളിയല്ലേ കാട്ടുകോഴി. പോട്ടെ. എന്താ അതിലെ നിന്റെ ഉള്ളിലെ കോഴി? നിന്റെ ഉള്ള കോഴിയൊന്നും പുറത്ത് കളിച്ചില്ല. ചാടുന്നൊരു സമയമുണ്ട് അതിലെ. നോക്കുക. അയ്യോ. അപ്പോൾ ഗൈസ് നോക്ക്, റൂട്ട് നോക്ക്, സെറ്റല്ലേ. ഇവിടെ കനൽ പോകുന്നു, അതിൻ്റെ സൈഡിൽ റോഡ്. പൊളിയേ. അടിപൊളിയാണ്, റൂട്ട് അടിപൊളിയാണ്.
മനസ്സമാധാനം ഉണ്ട്. ഞായറാഴ്ചയാണ്. മറ്റേ റോട്ടിലാണ് ഇഷ്ടംപോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നൈസാ. ഗ്രാമമാണ്. അവിടെ ഫുള്ള് കൃഷി, കപ്പ, വാഴ സംഭവങ്ങളൊക്കെ. ഇവിടെ കായൽ, അല്ല സോറി കനാല്. നൈസ് റൂട്ടാ. അപ്പം ആർക്കെങ്കിലും ഇപ്പോൾ ഹോൾ കേരള അടിക്കാരോ അല്ലെങ്കിൽ ഇപ്പോൾ മൂന്നാർ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ റൂട്ടൊന്ന് എടുത്ത് പോയിക്കോളി. ഒരു വെറൈറ്റിക്ക് അടിപൊളി റൂട്ടാവും. പൊള്ളി സാധനം. അപ്പോൾ നമ്മൾ ബാക്ക് ടു റോഡ്. നമ്മൾ അതൊക്കെ കഴിഞ്ഞു. മറ്റേ ഗ്രാമവും സംഭവം കഴിഞ്ഞു. ഇപ്പോൾ ചെറിയൊരു അത്യാവശ്യം ഒരു വലിയ കുഴപ്പമില്ലാത്ത റോഡിൽ ഇറങ്ങി. ഇത് മെയിൻ റോഡൊന്നും കൊണ്ട് കാരണം പൂത്താൻകെട്ട് 4.5 കിലോമീറ്റർ, തട്ടേക്കാട് ബേർഡ് സാഞ്ചുറി 6 കിലോമീറ്റർ. അപ്പോൾ തട്ടേക്കാട് വഴിയായിരിക്കും മേബി പോയിട്ടുണ്ടായിരിക്കുക വിചാരിക്കും, അറിയില്ല. ഓട്ടെ അതിൻ്റെ ഫുഡ് കഴിച്ചിട്ടില്ല. രാവിലെ ഒരു കാപ്പിങ്കിലും ഒരു മുട്ട പൊഴിയാൻ വേണ്ടിയാണ് വണ്ടി ഓടുന്നത്. എന്തായാലും ഗുഡ്. നമ്മൾ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ നിർത്തിയാ. കൂടാതെ തന്നെ നമ്മുടെ വീഡിയോ അപ്ലോഡ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കയറണം. ഇന്നലെ തുടങ്ങി കയറ്റാം, ഇതുവരെ ഫുള്ളായില്ല. അയ്യോ, അപ്പോൾ ഒന്ന് കയറണം. പോയിക്കൊണ്ടിരിക്കട്ടെ. ഈ വഴി നോക്കൂ, ഈ വ്യൂ നോക്കൂ, സെറ്റല്ലേ? അടിപൊളി. എൻ്റെ മോനെ മല കേൾക്കണത്. മുപ്പരാൾ തിരിഞ്ഞ് അങ്ങനെ പോയി. നോക്ക്, അടിപൊളിയല്ലേ? നമ്മളെ വണ്ടിയോടൊക്കെ ഉണ്ട്. ഓ സെറ്റ്. പുള്ളിയല്ലേ? അതിൽ നേരെ ചവിട്ടി പിടിച്ച് മേലെ പോയിക്കണം. എന്താ കണ്ട പോലെ സെറ്റല്ലേ? ഓ പൊളി. നല്ല വെയിലുണ്ട്. കുറച്ച് മുന്നോട്ട് പോട്ടെ. അപ്പോൾ സമയം ഏകദേശം 12:30 ആയിക്കണം. കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് റെസ്റ്റ് എടുക്കും. ഇത് നോക്കൂ, ഈ സൈഡിൽ ഈ റബ്ബറും തോട്ടം അടിപൊളിയാക്കണേ. നല്ല രസമുണ്ട്. ഓ പൊളി. കൂളിംഗ് ഗ്ലാസ് കാണാൻ ഭയങ്കര രസമുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയില്ല. എന്നാലും കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് കാണാൻ ഭയങ്കര രസമുണ്ട്. പൊളി. വിശക്കുന്നു മക്കളെ, വിശക്കുന്നു. രാവിലെ ഒരു കാപ്പിയും ഒരു കോഴിയും കൂട്ടി നിന്നാ. ഇനി മാങ്ങാപ്പിലും നിന്നിട്ടില്ല. ഈ റോഡിലാണെങ്കിൽ പെട്ടിക്കട പോലും ഇല്ല. അയ്യോ, ഇന്ന് പ്രത്യേകിച്ച് ഞായറാഴ്ച. ബ്രേക്ക് കുടിക്കല്ലേ? പോ 10 മണി പോ. ആ മല തന്നെ അപ്പുറത്തുണ്ടായിരുന്നു, ഇത് കണ്ടില്ലേ? അപ്പോൾ മോൻ ചവിട്ടി വിട്ട് പോയിട്ട് ഇപ്പോൾ ഈ മല, ആ മലയുടെ അപ്പുറത്തും കണ്ടിരുന്നു. താൻ പോടോ, ഏത് കുരിപ്പാണ് ഇതൊക്കെ? ഈ സൈഡ് മക്കളെ പൊളിയോസ്കി അടിപൊളിയാണേ. നിങ്ങളെങ്ങനെ കാണുന്നത്? റബ്ബർ തോട്ടം, പിന്നെ ഇവിടെ പൈനാപ്പിൾ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സൈഡ് മൊത്തം പൈനാപ്പിൾ കൃഷി. മൂട് റൂട്ടുപൊളി. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ബ്രേക്ക് വന്ന സൗണ്ട് അല്ലാത്ത ചീവീടിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ചീവീടിൻ്റെ സൗണ്ട് നല്ലോണം ഉണ്ട്. പിന്നെ നൈസാണ്. തലയുടെ പട്ടി പറഞ്ഞ് ഉള്ള കാര്യമല്ലേ? ഇവിടെ എത്തിയപ്പോൾ വേറെ ഫീലൊന്നുമില്ലേ? ഫോറസ്റ്റ് അല്ല, വേറെ എന്തോ ഒരു ഫീല്. അങ്ങനത്തെ ഒരു ഡീപ്പ് ഫോറസ്റ്റ്. മലന്റെ താഴത്ത് വെള്ളം. ബേർഡ് സാഞ്ചുറിയുടെ പട്ടി തട്ടേക്കാട്. ഈ ഏരിയ നോക്കും, പുള്ളിയല്ലേ? ഭയങ്കര. അവിടെ മല, അവിടെ താഴത്ത് ഈ സാധനം ചില കൊമ്പൊക്കെ വെള്ളത്തിൽ താന്നെടുക്കണം. പിന്നെ ഇതാ അവിടെ ഒരു പച്ച തോണി എടുക്കുന്നുണ്ട്. പക്ഷെ ക്യാമറ അത്ര രസമല്ല.
പക്ഷെ കാണുന്നോണ്ട് കാണാൻ എത്ര രസം, ഏതാ പൊളി. അത് കഴിഞ്ഞിട്ട് ഈ സൈഡിലൊരു റിസോർട്ട് എന്തോ ഉണ്ട്, വീടോ റിസോർട്ട് എന്തോ, അത് ഭയങ്കര രസമുണ്ട്. പുള്ളി ബാറാണേ, ഭയങ്കര രസമുണ്ട് കാണാൻ. കൈതച്ചക്കൻ്റെ തോട്ടം പുളി പുളി നൈസായിരിക്കും. അവിടെ ആശാരോട് ചോദിച്ചു നോക്കാം. ഇതെത്ത മഴ മലപ്പുറത്ത് കേട്ടോ. എന്നാ തുടങ്ങി? 7-ാം തീയതി പോയി പൊന്മുടി, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട. ഇതെന്താ മുറിക്കണേ ഏട്ടാ? എന്താ മുറിക്കണേ? ഒഴിവാക്കുക ഇനി അവിടെ ചേട്ടാ മാറ്റിയിരിക്കണ ഏട്ടാ, ചെറുത് ഒഴിവാക്കിട്ടോ. ഇവിടുന്ന് എങ്ങനെയെങ്കിലും പൈനാപ്പിൾ നമ്മൾ പൈനാപ്പിൾ ഞങ്ങൾ ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഒന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു 2 തരാം. ഞാൻ അയാളോട് വീഡിയോ എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ അയാൾ ചാക്കുന്ന മടാലെടുത്ത് സംഭവം നൈസാണോ, ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. നല്ല തെലുങ്കാനയുടെ വണ്ടിയിൽ നിൽക്കണം. അവിടെ ഫുള്ള് കണ്ട കഴിച്ചൊക്കെ തന്നെ. സോറി, ആ കഴിച്ചൊക്കെ അങ്ങോട്ട് പറയല്. അയ്യോ ഇത് വേണ്ടല്ലോ, ഇത് ഫുള്ള് തന്നെ കേട്ടോ. അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. വീട്ടിലൊന്നുമില്ല. എടുത്താൽ മതി. ചെറുത് മതിയാ? അല്ല ചെറുത് മതിയാ? നോക്കാം കേട്ടോ. ഇതെത്ര എൻ്റെ പേരെന്തായിരുന്നു? പാവം ചെങ്ങായിരൊക്കെ 2 വയല് വലിയ ഇത്ര ഏക്കറുണ്ട് ഇവിടെ. 10-20 ഏക്കറിൽ ഒരു 2 പൈനാപ്പിൾ എടുത്താൽ ഇത്ര. അതും നമ്മൾ ചോദിച്ചിട്ട് എടുത്തേ പറഞ്ഞതാ കൊണ്ടുപോയി. ഇപ്പൊ എന്തായാലും ക്ഷീണൊക്കെ ഉള്ളതല്ലേ, ഫുഡും കഴിച്ചിട്ടില്ല, വലിയ കുഴപ്പമില്ല. അങ്ങനെ ഇപ്പോൾ പൈനാപ്പിൾ ബാക്കിൽ വെച്ചപ്പോൾ വിഷമം പറഞ്ഞു. പൈനാപ്പിൾ ബാക്കിൽ വെച്ചിട്ട് യാത്ര മുന്നോട്ട് തന്നെ പോവാണ്. അപ്പോൾ പൈനാപ്പിൾ തങ്കച്ചൻ ചേട്ടന് വളരെയധികം നന്ദി. അല്ല അവിടെ ഒരുപാട് പൈനാപ്പിൾ വലിച്ചെറുക്കും കേട്ടോ, മീൻസ് ചെറിയ ചെറിയ ഒരുപാട് കാര്യമാതെ വലിച്ചെറുക്കുക. അപ്പോൾ സീനൊന്നുമില്ല. തൂക്കുവാലാണ് ഇഞ്ചമുട്ടിയോ. അപ്പോൾ നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലത്തിന് മുന്നിൽ എത്തി കേട്ടോ. യെസ്, 200 മീറ്റർ. ഈ തൂക്കുപാലത്തിന് പേര് നിന്ന് കേട്ടാ തട്ടേക്കാടോ. എങ്ങനെ? ഇഞ്ചത്തൊടി അല്ലേ? ഇഞ്ചത്തൊട്ടി തൂക്കുപാലം നല്ല എളുപ്പമുണ്ട്. ഏകദേശം 200 മീറ്ററോളം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് പേര് കയാക്കിങ് ആയിട്ടാണ് ചെയ്യുന്നുണ്ട്. അവിടെ കയാക്കിങ് ചെയ്യുന്നു, വീഡിയോസ് എടുക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു. അവിടെ ഒരുപാട് പേർക്ക് കുറേ ആൾക്കാർ കയാക്കിങ് ചെയ്യുന്നുണ്ട്. അവിടെ കുറേ ആൾക്കാർ തളത്തേരം കളിക്കുന്നു, കുറേ ആൾക്കാർ നടന്ന് കളിക്കുന്നു. നല്ല വിഷ്വൽ കേട്ടോ. ആ സൈഡിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കി സെറ്റല്ലേ. ഇതിന് മോൾക്ക് കയറി നോക്കാം. ആശാനെ വിളിച്ചാ ഞാൻ മുന്നിലിടന്നോ, ഞാൻ കുറേ നേരം മുന്നിലിടും. അപ്പോൾ ഞാൻ സെൽഫി എടുക്കാൻ കഴിയും. ഇയാൾക്ക് ക്യാമറ മുന്നിൽ നിൽക്കണം. ക്യാമറ മുന്നിലേക്ക് നോക്കാൻ ഇഷ്ടമല്ല. അത് നല്ല വ്യൂ എത്തി എന്നെ പുറത്താക്കും. ബ്ലഡി ഫുൾ അല്ലാത്തടത്ത് ഞാൻ ഫ്രണ്ടിൽ മുന്നോട്ട് കിടക്കടോ. ഇവിടെ നമുക്ക് വായി നോക്കാം ഗൈസ്. കമോൺ ഗൈസ്, നല്ല ചിക്സ് ഉണ്ട് ഗൈസ്. പാലങ്ങളൊക്കെ ഗൈസ്. ഇത് വെള്ളത്തിൽ പോയാ കുഴപ്പമില്ല. എന്ത് അങ്ങാടും ഇങ്ങാടും തുഴഞ്ഞ് എന്താ വ്യൂ നോക്കടാ പട്ടി. മിക്കവാറും വെള്ളത്തിൽ പോകും. വല്ലതും അറിയാവോ? വല്ലതും അറിയാവോ? അതാ പല വഴിക്ക് അങ്ങാടും ഇങ്ങാടും തുഴഞ്ഞു വന്നു.
ഇനി കുറച്ച് നേരം ഞാൻ നടക്കുന്നു. അടിപൊളിയല്ലേ? അത് വ്യൂ ഒക്കെ നോക്കും. പൊളി പൊളി പൊളിയേ. ഞാൻ ചെക്കനെ മുന്നിൽ നടക്കുന്നു. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തുമ്പോൾ കട്ട് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. നമുക്ക് അവിടെ കണ്ട ഒരുപാട് മലകളും കാര്യങ്ങളും കാണാൻ പറ്റുമോ? നൈസാണ്. പൊളി. ഇവിടെ ദോ പേഴ്സൺസ്. സങ്കടമൊക്കെ പാടാൻ നഷ്ടപ്പെടാണ്ടിരിക്കുക. യാത്ര തുടങ്ങി. അപ്പോൾ എന്തടിച്ച് നല്ല മൂടാണല്ലോ. എന്നിട്ടാടാ പിച്ചുമ്പോഴൊക്കെ പറയണേ. നമ്മൾ ജസ്റ്റ് ഫുള്ള് നടന്നു നോക്കണം. അപ്പോൾ എന്തായാലും കേരള റൈഡ് നടത്തുന്നവരെന്തായാലും ഈ സ്ഥലമൊക്കെ ഒന്ന് സന്ദർശിച്ച് പോവുക. കിടിലൻ വൈബാണ്. ഹൈവേ കയറി പോകാതെ, തീരദേശം പോകാതെ, കാടൊക്കെ കയറി എല്ലാവരും കണ്ട് കാലൊക്കെ വേദനയാക്കി, മസിലൊക്കെ ടൈറ്റാക്കി, പട്ടിയടിച്ച് ഫോണ് പോയി, കയ്യിൽ പൈസ തീർന്ന്, കയ്യിൽ പൈസ ഒക്കെ തീർന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടിയ മാക്സിമം വിശന്ന് രാവിലെ ഫുഡൊന്നും കഴിക്കാതെ അങ്ങനെ നടക്കണം. ഭയങ്കര രസമാണ്. പട്ടിണി എടുക്കരുട്ടോ. ഇങ്ങനെ പട്ടിണി എടുത്ത് ഞാൻ റൈഡ് ചെയ്യാൻ ആള് നോക്കിയിട്ടുണ്ടല്ലോ. എന്ന് രാവിലെയും പട്ടിണി, ഉച്ചക്ക് പട്ടിണി, ഉച്ചക്ക് പട്ടിണി. ഞാൻ മോൻ പട്ടിണി കേട്ടോ. മോൻ പട്ടിണി, ഞാൻ പട്ടിണിയില്ല. പട്ടിണി നമ്മളെ പാലം കഴിഞ്ഞിരിക്കും തിരിച്ച് നടക്കാൻ. കണ്ട വേറെ സംഭവമുണ്ട്. വേസ്റ്റ് പറഞ്ഞ സാധനമല്ല, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ. അപ്പോൾ അതിന് മേലെ ഉപ്പ് എടുക്കുന്നുണ്ട്. പുറത്ത് ഇങ്ങനെ വലിച്ചു വരി എടുക്കണില്ല. ബാക്ക് കടൻ്റെ ബാഗിൽ ഉപ്പ് എടുക്കുന്നുണ്ട്, പക്ഷെ വലിച്ചു വരി എടുക്കുന്നില്ല. അതാണ് പറഞ്ഞത്. ഒരു സ്ഥലത്ത് എടുക്കണുള്ളൂ. ഓ, ഇവിടെ കുറച്ചുണ്ടേ, എന്നാലും മലയാളികളല്ലേ, സ്വഭാവം മറക്കാൻ കുറച്ച് പണിയെടുക്കൂലേ. അപ്പം എന്നാലും കുറവാണ് സംഭവം. കമ്പാരിറ്റീവ്ലി ഞാൻ വന്ന വഴികളിലൊക്കെ വളരെ കുറവാണ്. എറണാകുളം നമ്മൾ 3 ദിവസം നിന്നു. എറണാകുളത്ത് എല്ലാവർക്കും അറിഞ്ഞാണ് സംഭവം കൂടുതലാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എറണാകുളം മറ്റേ കോർപ്പറേഷൻ കാര്യങ്ങളൊക്കെ മര്യാദ ചെയ്യുന്നുണ്ട്. നാട്ടിൽ സഹകരിക്കാത്ത ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. കാരണം അവർ വീട്ടിൽ വന്നിട്ടും മുന്നിൽ വന്നിട്ടും എല്ലാ കോർപ്പറേഷനാണെങ്കിലും, കൊച്ചി കോർപ്പറേഷൻ ആയിക്കോട്ടെ, ബാക്കിയുള്ള എല്ലാ കോർപ്പറേഷനും കാര്യങ്ങളും എന്താ പറയുക, അവിടെ അവരെ സ്ഥലത്ത് വന്നിട്ട് സാധനം കളക്ട് ചെയ്യുന്നുണ്ട്. അത് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ആൾക്കാർക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാ ആരും ചെയ്യാത്ത സംഭവമാണ് പബ്ലിക്കിന് വേസ്റ്റാനുള്ളൊരു സ്പേസ്. അതായത് നമ്മളിപ്പോൾ എറണാകുളത്തോട്ട് ട്രാവൽ ചെയ്യണം, നമുക്ക് ഒരിക്കലും കോർപ്പറേഷന് ഫണ്ട് കൊടുത്തിട്ട് അത് കൊടുക്കാൻ പറ്റില്ലല്ലോ. പബ്ലിക്കിന് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനൊരു ഏരിയ അത് കുറവാണ്. അതും കൂടി വന്നു കഴിഞ്ഞാൽ പൊളിയാവും, നമ്മളെ കേരളം അടിപൊളിയാവും എന്നുള്ളൊരു മൈൻഡാണ് എനിക്കുള്ളത്. തന്നെയാണെങ്കിൽ തോന്നുന്നത്. അതല്ലാത്ത വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, തൂക്കുപാലം നടന്ന് വരികയാണ്. പിന്നെ എന്താ ഇവിടെ കമ്പാരിറ്റീവ് ഞാൻ പറഞ്ഞാൽ ഈ വന്ന വഴിയിലൊക്കെ വേസ്റ്റ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ റൂട്ട് ഞാൻ ഫോണിലുണ്ട്, നമ്മൾ നോക്കിയിട്ട് നൈസായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളത്. അടിപൊളി റൂട്ടാണ്. ഒരിക്കലും വിടരുത് ഈ റൂട്ട്. നിങ്ങൾ എന്തായാലും വരിക. ഇനി മൂന്നാർ പോകാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബൈക്കിലാണെങ്കിൽ റൂട്ട് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ അടിപൊളി റൂട്ടാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് മൂന്നാറിൽ ഒരുപാട് വന്നിങ്ങനെ ഈ റൂട്ടായ ആദ്യമായിട്ടാണ് പോകുന്നത്. പാവർ. അപ്പോൾ നമ്മൾ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിനോട് ബൈ പറഞ്ഞ് പോവുകയാണ്. ഇവിടെ അടിപൊളിയാണ്. ഇവിടെ കയാക്കിങ് ഉണ്ട്, പക്ഷേ ഉച്ചയ്ക്ക് കയാക്കിങ് കുറച്ച് അടുപ്പാവും. ആകെ 100 രൂപ 45 മിനിറ്റ് അടിപൊളിയാക്കാം. തോന്നുന്നു അധികം ടൂറിസ്റ്റുകൾ വരാത്തതുകൊണ്ട് വലിയ റേറ്റൊന്നുമില്ല. അപ്പോൾ വേഗം ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നൈസായിട്ട് പോന്നിട്ട് ഒന്ന് അടിപൊളിയാക്കി ക്ലിയർ വൈബാക്കി പോയിരുന്നോടി. സംഭവം നൈസാണ്, സംഭവം അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അധികം വൃത്തിയുള്ളതായിട്ടില്ല, ഭയങ്കര നീറ്റാണ് കാര്യങ്ങളൊക്കെ. അധികം ടൂറിസ്റ്റുകളും കാര്യങ്ങളൊന്നും ഞായറാഴ്ചയാണ്. ഇന്ന് പോലും അധികം ടൂറിസ്റ്റുകളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ ഒന്ന് വൈബാവാൻ ഫാമിലി ഫ്രണ്ട്സോ ആർക്കും വരാം. ഇതിനോടൊക്കെ ഇഷ്ടമുള്ള ആർക്കും വരാം. അടിപൊളിയാണ്. ഇപ്പോൾ സംഭവം നീറ്റാണ്. നിങ്ങൾ ആരും ഒന്ന് വൃത്തികേടാക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി നോക്കുക. പെരിയാർ വാട്ടർ സ്പോർട്സ് എന്നാണ് അവിടുത്തെ ഇതിൻ്റെ പേര്. അത് പറയാൻ മറന്നുപോയി. ഈ നമ്മൾ തൂക്കുപാലം പോണ അടിയിൽ പോണ റിവറിൻ്റെ പേര്, റിവർ മറ്റേ പെരിയാർ റിവർ ആട്ടോ. പെരിയാറാണ് പെരിയാർ. അപ്പം അങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻസ് കൂടെ ഉണ്ട്. ഫുഡ് കഴിക്കാത്തതുകൊണ്ടേ കിളി വരുന്നു. ഇനി ഫുഡ് കഴിക്കണം. അല്ലയാ एक घर में निर्तल है, कड़ाई में निर्तल है,
നേരെ കിളി പറക്കലേ. അല്ലെങ്കിൽ ഈ പൈനാപ്പിൾ എങ്ങനെയെങ്കിലും മുറിച്ച് തിന്നലേ. അതിന് മണം കേട്ടിട്ട് പൈനാപ്പിൾ ഇത് ഒരുമാതിരി അവസ്ഥയാണ്. ഇപ്പം ബാക്കിൽ നിന്ന് മടം വരുന്നത് പൈനാപ്പിളിന്റെ. മുറിക്കാനും കത്തിയില്ല. വേറെ വല്ലതാണെങ്കിൽ മുറിക്കുന്നു. പൈനാപ്പിൾ എന്ത് കേട്ടാനാണ്. ഇന്ന റൂട്ടിൽ കടകൾ വളരെ കുറവ്. ഈ റൂട്ടിൽ വരുന്ന ആൾക്കാരൊക്കെ സൂക്ഷിച്ചോളൂ. ഓട്ടെ പറങ്ങി മാങ്ങ കുറേ ദൂരം വന്ന് ഒരു ഫുഡും കിട്ടിയില്ല. പക്ഷെ പറഞ്ഞാൽ ഇറങ്ങണ്ട് ഒരു പറഞ്ഞാൽ കുട്ടിച്ച്. പൊളി. സമാധാനം. അയ്യ പറങ്ങി മാങ്ങ തിന്നാത്തേ ഇത് ടേസ്റ്റാ. 2-3 4-5 പിടിച്ച് തിന്ന് ടേസ്റ്റ് ഉണ്ട്. ഞാൻ പണ്ട് കഴിച്ചിട്ട് മടുത്ത സാധനം. പിന്നെ ഒരുപാട് കാലത്ത് കഴിച്ചിട്ടില്ല. അടിപൊളി. പഴയ കാലത്ത് ഓർമ്മയാണ്. ഈ ചെറുപ്പത്തിൽ മറ്റേ പറങ്ങിമാൻ്റെ കുരു ഇതുണ്ടല്ലോ, കുരു അതണ്ടി ആ സാധനം ചുട്ട് അതിന് വണ്ടിയൊക്കെ എടുത്തിട്ട് തിന്നിരുന്നൊരു കാലം. അങ്ങനെ ലാസ്റ്റ് നമ്മൾ നേരിയമാരെ എത്തിയിരിക്കുക. ഇനി ഇവിടെ നേരെ സ്ട്രെയിറ്റ് അടിമാലി കഴിഞ്ഞിട്ട് മൂന്നാർ റൂട്ടാണത്. അപ്പോൾ നേരെ പോയി നോക്കാം. എവിടെയെങ്കിലും നല്ല ഫുഡ് കിട്ടി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം. അറ്റ് ലാസ്റ്റ് ഒരു ഹോട്ടലിൽ ഇട്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ മോനെ നേരിയമാലെന്ന ഹോട്ടലിൽ ആ റൂട്ടിൽ ഹോട്ടൽ നേരിടൊന്നും ചേട്ടോ. റൂട്ട് ഞാൻ പറഞ്ഞുതരാം. റൂട്ട് നമ്മൾ കുറുപ്പമ്പടിയിൽ നിന്ന് കോട്ടപ്പടിക്ക്, കോട്ടപ്പടിയിൽ നിന്ന് തോലളിയിൽ നിന്ന് പുന്നക്കാട് നിന്ന് പാലമറ്റം നിന്ന് നേരിയമംഗലം. ആ റൂട്ടിൽ നമ്മൾ വന്നേ. റൂട്ട് അടിപൊളിയാണ്, മാരകമാണ്. പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് ഫുഡ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്, കടകൾ നേരം കുറവാണ്. അപ്പോൾ അതൊന്ന് കെയർ ചെയ്തുകൊണ്ട് നേരിയമേലത്തെ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ സൈക്കിൾ മാത്രം ആ കാര്യം കെയർ ചെയ്താൽ മതി. ബൈക്കിലും വണ്ടിയിലൊക്കെ ആണെങ്കിൽ ആ ഇഷ്യൂസ് വരുന്നില്ല. ചോറുണ്ട്, സാമ്പാറുണ്ട്, പപ്പടമുണ്ട്, അച്ചാറുണ്ട്, ഇതെന്താ പിന്നെ കുറച്ച് ചമ്മന്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. 60 രൂപ. കഴിക്കട്ടെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടലെടുത്ത് ഹോട്ടൽ സവിത ഫുഡ് കഴിച്ചിറങ്ങി. പണി പോളി. വീഡിയോ റീ അപ്ലോഡാണ് പക്ഷേ മീൻസ് 100% ആയിട്ട് ക്യാൻസലായിട്ട് ഫസ്റ്റ് റീ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഏകദേശം ഒരു എന്താ പറയുക 1.5 മണിക്കൂറോളം ഫുഡ് അതിനോട് ഇരുന്നിരിക്കുന്നത് ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കഴിഞ്ഞിട്ട് 95% ആയി. അപ്പോൾ നൈസായിട്ട് പുറത്തിറങ്ങി. അപ്പോൾ അവിടെ വണ്ടിയിട്ട് കുറച്ച് നേരം ഇരിക്കുക ടവറിൻ്റെ ഹോട്ടൽ അപ്ലോഡ് ചെയ്യാൻ. എന്താ കഷ്ടപ്പാടാ. അയ്യോ, അങ്ങനെ റീ അപ്ലോഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം എത്ര നേരമോ 4 മണി. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ മര്യാദ ചെയ്തോ. കാരണം എന്താ വെച്ചാൽ അത്രയും പണിയെടുക്കണതിൻ്റെ ബാക്കിൽ. അല്ല, നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങളെ അഭിപ്രായങ്ങൾക്ക് എന്തായാലും കമൻറ്റ് രൂപത്തിൽ അറിയാം. കാരണം വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കാണ് നമ്മളെ വീഡിയോ ബാക്കിലോട്ട് എത്തുന്നത്. അപ്പോൾ ആ കാര്യം മൈൻഡിൽ വെക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ അല്ല, വേറെ ആരെ വീഡിയോ കാണുകയാണെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. എന്നാലാണ് അത് അയാൾക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ഉപകാരപ്പെടുള്ളൂ. അത് ടവറിനോട്ടൊന്നും വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കണം. പോട്ടെ, ഇനിയിപ്പം അടിമാലി. അങ്ങനെ ഗായ്സ് നമ്മൾ അടിമാലി മൂന്നാറിലോട്ടുള്ള കിടക്കുകയാണ്. മൂന്നാറിൽ കിടക്കുമ്പോൾ വേറെയല്ല ഫസ്റ്റ് കാണുന്ന ആ കവാടം നമ്മളെ കുറ്റിപ്പുറം പാലം പോലത്തെ ആ ബ്രിഡ്ജിലോട്ട് കിടക്കുകയാണ് ഗൈസ്. പറയൂ, നമ്മൾ മറ്റേ ഈ അടി കൂടി പോണ ഇതാട്ടോ പെരിയാർ റിവർ.
മൂന്നാറിൻ്റെ കുറ്റിപ്പുറം പാലത്തിലൂടെ നമ്മൾ ചൈത്രയാത്ര. മൂന്നാറിൻ്റെ ഉൾക്കാട്ടിലോട്ട് ഗൈസ് നമ്മൾ കയറിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ മൂന്നാറിലോട്ടുള്ള ഫസ്റ്റ് സൈക്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ സന്തോഷം ഞാൻ എങ്ങനെ നിങ്ങളോട് പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയുന്നില്ല. സത്യം പറഞ്ഞാൽ മൂന്നാർ എത്തിയിട്ടില്ലെങ്കിലും അടിമാലി റേഞ്ചിൽ കയറിയപ്പോൾ തന്നെ സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കര കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടാണ് മൂന്നാർ. ഞാൻ കൊറോണ വരുന്നതിന് മുന്നേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൽ 2-3 വട്ടം വന്നു പോകണ സ്പോട്ടാണ്. കൊറോണ വന്നതിന് ശേഷം വരാതിരിക്കില്ല. എന്തായാലും ഒരുപാട് സന്തോഷം. കയറിക്കൊണ്ടിരിക്കട്ടെ. മൂന്നാർ കയറുമ്പോഴുള്ള ഫസ്റ്റ് വെൻറ്റ് നോക്കാം എങ്ങനെ ഉണ്ടാവും. അതെല്ലാം പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എന്തായാലും ഉണ്ട്. ഇതൊക്കെ എന്താ പറയുക, അവിടെ നിന്ന് ഇടാൻ പാടില്ല എന്നും ഇടുന്നൊക്കെ തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. ബട്ട് നമ്മൾ പറഞ്ഞല്ലോ, വേസ്റ്റ് ബിൻ കളിച്ചുന്ന സംഭവം നമ്മുടെ നാട്ടിലില്ല. പടിപടിയായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. അയ്യോ നൈസാട്ടോ, എക്സ്പീരിയൻസ് നൈസാ. എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മളെ പൊന്മുടി കയറിയില്ലേ, പൊന്മുടി എത്ര ടാസ്കില്ല. കാരണം പൊന്മുടി വെച്ചാൽ ഇങ്ങനെയാ, ഇതിലൊരു കുറവില്ല. ഇതിങ്ങനെ കൂടിയും കുറഞ്ഞും പിന്നെ പോകും. ഓ കുറച്ച് കാറ്റങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ ഇറക്കിറങ്ങിയപ്പോൾ സുഖം. ഇവിടെ നിങ്ങൾക്ക് കാണാം വിശാലമായ വേസ്റ്റ് സൗകര്യം. അവിടെ നോക്കി പറയുന്നില്ല. ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ഇത്രയും വേസ്റ്റ് ഒരു ദിവസങ്ങൾ തള്ളുന്നുണ്ട്. ഒരു വർഷത്തിൽ എത്രത്തോളം വരുന്നുണ്ട്? കാടിൻ്റെ ഉള്ളിൽ എത്ര പോയിട്ടുണ്ടാവും? ഈ നദി വഴി എത്ര നദീൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും? ബോധം വേണ്ടേ? ഓക്കെ, അവിടെ കോട അങ്ങനെ കയറുന്നുണ്ട്. സംഭവമൊക്കെ രസമുണ്ട്. അലമ്പ് അപ്പോൾ സൈക്കിളൊക്കെ നല്ല രസമല്ലേ? അപ്പോൾ നമ്മളിത് എത്തുന്നതാണ് വളറ വാട്ടർഫാൾസ്. വെള്ളം കിട്ടോ. നമ്മളിതാ ഇടുക്കിയിൽ നമ്മളെ അടിമാലി ചങ്കായ നിരഞ്ജന വീട്ടിലാണ്. ഒന്ന് സൂക്ഷിച്ചു കൊണ്ടു. ഫേസിൽ സിമിലാരിറ്റി ഉണ്ടോ? ഞങ്ങള് പ്ലസ് ടു നല്ല അബരം കളിച്ച ടീംസാണ്. ഇതുപോലെ വേറെ ഒരുത്തനുണ്ട്, ബിടെക്കിൽ അബരം കളിച്ച, അവനെ പിന്നെ കാണിച്ചുതരാം. അപ്പോൾ ഞങ്ങളിതാ ഇവൻ്റെ വീട്ടിൽ ഇന്ന് ഇതുപോലെ സ്റ്റേ ആണ്. ചെക്കനാക്ക് അപ്പോൾ വേറെ ഒന്നുമില്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പറഞ്ഞോ, എന്നെ പറ്റി പറഞ്ഞോ, മറന്നുപോയി. എന്നെ പറ്റിയോ? പേര് നിരഞ്ജൻ. എന്ത് കഴിഞ്ഞു? ഫുഡ് ടെക്നോളജി അല്ലേ? ഫുഡ് ടെക്നോളജി കഴിഞ്ഞ് വെറുതെ വേല കൊല്ലാണ്ടിരിക്കണ വലിയ പണിയുണ്ടെങ്കിൽ ഭയങ്കര വയലിനിസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പാട്ടൊക്കെ പാടും, വേറെ കാര്യം വലിയ ടീംസാണ്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്താ പറയുക, നമ്മളെ ഇന്ന് രാവിലെ റൂട്ട് വഴി തന്ന മറ്റേ പോലീസുകാരന് ഒരുപാട് നന്ദി. കാരണം ഒരുപാട് നല്ല കാഴ്ചകൾ കാണിച്ചു തന്നു. അതുപോലെ നമ്മളെ വഴി സപ്പോർട്ട് ചെയ്യുന്ന റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടി. വഴി ഒരുപാട് കാഴ്ചകൾ സമ്മാനിച്ചു തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഹെൽപ്പ് ചെയ്ത് തന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് എല്ലാവർക്കും നന്ദി. പിന്നെന്താ, എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ പൊന്നാനി സൈക്കിൾ ക്ലബിനും പിന്നെ പബ്ലിഷ് ചെയ്യിപ്പിക്കാരനും അതേപോലെ നമ്മളെ മെയിൻ സ്പോൺസറായ സൗലോകലിലും ഒരുപാട് നന്ദി. അപ്പോൾ സൈനിങ് ഓഫ് ഫ്രം ട്രിപ്പിംഗ് ഹെഡ്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായം കമൻറ്റ് ചെയ്തില്ല. ലിങ്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിയൊക്കെ. ഇവർക്ക് പിന്നെ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാമില്ല, ഫേസ്ബുക്കില്ല, വാട്സപ്പില്ല. അല്ല, ഫേസ്ബുക്ക് ഉണ്ട്, വേറെ സംഭവങ്ങളൊന്നുമില്ല. വലിച്ചു കിട്ടുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഈ വീഡിയോ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് സർവ് ലോക്കൽ മൊബൈൽ ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ വീട്ടിലോട്ട് വേണ്ട ഒരുപാട് സർവീസസ് അവൈലബിൾ ആയ ഒരു ആപ്പാണ് സർവ് ലോക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ അതാരും ഡൗൺലോഡ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലോട്ട് വേണ്ട ഇലക്ട്രീഷ്യൻ, പ്ലംബർ, അങ്ങനെ ഒരുപാട് ഹോം സർവീസസ് അവൈലബിൾ ആയ ഒരു ആപ്പാണ് സർവ് ലോക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫ്രാഞ്ചൈസി കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ നിങ്ങൾക്ക് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആപ്പിന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ
ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കും. ഇപ്പോൾ ഏകദേശം കോഴിക്കോട് മലപ്പുറം ഏരിയകളിലൊക്കെ ഓൾറെഡി റണ്ണായിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് ഒരു ആപ്പാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഗിവ് എവേയിൽ ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ബാക്കി എല്ലാവരും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. 2 പേർക്ക് വട്ടവടയിൽ ഫ്രീ ആയിട്ട് സ്റ്റേ ചെയ്യാനുള്ള ഒരു ഗിവ് എവേ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഗിവ് എവേ നടക്കുന്നുണ്ട്. എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും മറക്കാതെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്താരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. സൈനിങ് ഓഫ് ഫ്രം ട്രിപ്പിംഗ് ഹെഡ്. ബൈ.